ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. അതായത് ആണോ, അങ്ങനെ തന്നെ അല്ലേ, അത് തന്നെയല്ലേ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മളൊരു സെൻറ്റൻസ് പറയും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. അതായത് ഇന്നലെ നല്ല ചൂടായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ നല്ല വെയിലായിരുന്നു അല്ലേ, ഇതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അതിനുശേഷം ഒരു ചോദ്യ രൂപേണ നമ്മൾ ഷോർട്ടായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഇതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ, ആണ് അല്ലെങ്കിൽ അല്ല, ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, മറുപടി എന്ന് പറയുന്നത് യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ ടാഗിന് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ബോർഡിൽ ഇപ്പോൾ കാണുന്നത്. ഒരു ഓക്സിലറി വെർബും പ്രോനൗണുമായിരിക്കും. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഓക്സിലറി വെർബും പ്രോനൗണും ചേരുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇത് വെറുതെ നിൽക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസ് ഉണ്ടാകും, ആ സെൻറ്റൻസിന് ശേഷം ഒരു കോമ സെപ്പറേറ്റ് ചെയ്യും, ആൻഡ് ദെൻ നമുക്ക് ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ ടാഗും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഈ ഓക്സിലറി വെർബ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓക്സിലറി വെർബിൻ്റെ മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, ഹെൽപ്പിംഗ് വെർബ്, മലയാളത്തിൽ നമ്മൾ അതിനെ സഹായക ക്രിയ എന്നാണ് പറയുന്നത്. അതായത് ക്രിയയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ വെർബിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വെർബ്സിനെയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 24 ഓക്സിലറി വെർബ്സ് നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ 24 ഓക്സിലറി വെർബ്സ് പഠിച്ചിരിക്കണം. വളരെ സിമ്പിളാണ്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറും പറയാറും ഉള്ളതാണ്. പക്ഷേ അതിനൊന്ന് ഓർഡർ ആക്കി എടുത്താൽ നമുക്ക് ഈ 24 എണ്ണത്തിൽ കൊണ്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇതൊരു 5 എണ്ണം ഉണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഈസ്, ആം, ആർ, വാസ്, വെയർ. ഇവിടെ നമ്മളൊരു 5 ഓക്സിലറി വെർബ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു 3 എണ്ണം ഉണ്ട്. അതാണ് ഡു, ഡസ്, ഡിഡ്. ഇതും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഡു, ഡസ്, ഡിഡ്. ഇനി ഒരു 3 എണ്ണം വരുന്നുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ്. അങ്ങനെ നമ്മൾ 5, 3, 8, 3, 11 എണ്ണമായി. ഇനി അടുത്ത ഒരു 8 എണ്ണത്തിൻ്റെ സെറ്റുണ്ട്. നമുക്കറിയാം വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, ആൻഡ് ഫൈനലി മേ, മൈറ്റ്. ഓക്കെ, വില്ല് അതിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഒരു 5 എണ്ണം വരുന്നുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മളിത് എവിടേക്കോ കേട്ടിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഒരു 2-3 തവണ കൊണ്ട് നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മസ്റ്റ്, നീഡ്, ഡെയർ, ought to, ആൻഡ് ഫൈനലി യൂസ് ടു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 24 ഓക്സിലറി വെർബ്സ്. ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഈ ക്വസ്റ്റ്യൻ ടാഗിൽ ഉണ്ടാകും, അതിൻ്റെ കൂടെ ഒരു പ്രോനൗണും ഉണ്ടാകും. ഈ ഓക്സിലറി വെർബും പ്രോനൗണും നമുക്ക് നമ്മുടെ സെൻറ്റൻസിൽ നിന്ന് തന്നെയാണ് കിട്ടാറുള്ളത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ടാകും, അതിന് ശേഷമാണ് ഒരു വാല് പോലെ അല്ലെങ്കിൽ ഒരു ടാഗായിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണോ, ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മുടെ പ്രോനൗൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ പേരാണ്, അതായത് ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഹി എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്യാം. അതുപോലെ ഒരു ഷീല എന്നുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്കവിടെ ഷീ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ 2, 3 ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കവിടെ ദേ എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നവയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ വരുന്നത് ഓക്സിലറി വെർബാണ്. ഇതും നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ടാകും. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ടാകും. ആ ഓക്സിലറി വെർബിനെ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജനറലായിട്ട് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അറിയാവുന്ന ഒരു റൂളാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നമ്മൾ നോക്കും. അതായത് നമ്മുടെ ആ സെൻറ്റൻസിൽ നോ, നോട്ട്, നത്തിങ്, നൺ, നെവർ ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവാണ്. നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് നെഗറ്റീവാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സ്, അതായത് നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നോവെയർ എന്നൊക്കെ പറയുന്ന ഈ നെഗറ്റീവ് വേർഡ്സ് അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 7 നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. അവയാണ് ഫ്യൂ, ലിറ്റിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. ഫ്യൂ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നൗൺ
അതിനോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗണിനോട്, അതായത് കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയെടുക്കാം, കൗണ്ട് ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അവയോടൊപ്പം ഫ്യൂവും എണ്ണാൻ പറ്റാത്ത, ഇപ്പോൾ വാട്ടർ അല്ലെങ്കിൽ ജലം നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂവും ലിറ്റിലും നെഗറ്റീവ് വേർഡ്സ് ആണ്. പിന്നെ വരുന്നതാണ് റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി ആൻഡ് ഫൈനലി സെൽഡം. ഓക്കെ, അപ്പോൾ ഇതിത്രയും നെഗറ്റീവ് വേർഡ്സ് ആണ്. നോ, നോട്ട്, നണ്ണ് അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് കൂടാതെ വരുന്ന നെഗറ്റീവ് വേർഡ്സ് ആണ് ഫ്യൂ, ലിറ്റിൽ, റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം. ഇവ സെൻറ്റൻസിൽ ഉണ്ടോ എന്ന് കൂടെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. ഇവ ഏതെങ്കിലും സെൻറ്റൻസിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സെപ്ഷൻസ് വരും, അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. ഒരു ഓക്സിലറി വെർബും പ്രോനൗണും ചേരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. 24 ഓക്സിലറി വെർബ്സ് ആണുള്ളത്. അത് ഓരോ സെറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചു പോകാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതിന് നെഗറ്റീവ് വേർഡ്സ്, നമ്മൾ പ്രത്യക്ഷ നെഗറ്റീവ് ആണെന്ന് തോന്നാത്ത ചില നെഗറ്റീവ് വേർഡ്സ് ആണ് ഫ്യൂ, ലിറ്റിൽ, റെയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി ആൻഡ് സെൽഡം. ഓക്കെ.